നമസ്കാരം പ്രിയപ്പെട്ടവരെ. കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട്. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പ്രവാസിയാണ്. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു സുഹൃത്തിനെ കാണാനിടയായി. അപ്പോൾ നമ്മുടെ പ്രവാസികളിൽ ഒരുവിധം ആളുകളും നല്ല രീതിയിൽ ജീവിക്കുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൈസയും നല്ല പ്രാരാബ്ദം ഒന്നുമില്ലാതെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത പോലെ ജീവിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഞാൻ കണ്ടുമുട്ടി. പുള്ളിയുടെ അടുത്ത് ഞാൻ പോയി. പുള്ളിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പുള്ളിയുടെ അവസ്ഥകൾ നമ്മൾ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് ജോലിയുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, പക്ഷേ ഒരുപാട് കാശ്, ബാധ്യതകളും, കിട്ടുന്ന പൈസ ഒന്നിനും തികയാത്ത അവസ്ഥ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിട്ടുന്ന പൈസ മുഴുവനും ഓരോ ബാധ്യതകളും കടങ്ങളും ആയിട്ട് അത് വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ആൾക്ക് ഭയങ്കര അഭിമാനിയായതുകൊണ്ട് പുള്ളിയുടെ പൈസ കിട്ടുന്നത് മുഴുവൻ കടത്തിലേക്ക് പോവുകയല്ലാതെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വരെ ആള് പൈസ മാറ്റി വെക്കാതെ പുള്ളി ആ പൈസ കിട്ടുന്നത് ഇങ്ങനെ കടത്തിലേക്കും പലിശയും കൊടുത്ത് ഇങ്ങനെ. നമ്മൾ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രൂപ കയ്യിലില്ല, റൂമിലാണെങ്കിൽ ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ വരെ മാർഗമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു എല്ലാവരോടും പറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയും പ്രവാസികൾ ജീവിക്കുന്നുണ്ടെന്ന് അറിയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ എല്ലാവർക്കും പണം മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല. അവർ ഭക്ഷണം കഴിച്ചോ, അവർ സന്തോഷമായിട്ടാണോ ജീവിക്കുന്നത്, ഇതൊന്നും ആരും ചോദിക്കാറുമില്ല, ശ്രദ്ധിക്കാറുമില്ല. അപ്പോൾ ഇങ്ങനൊരവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ അത് വല്ലാതെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമായി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ പുള്ളിയുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളും പ്രവാസിയല്ലേ, നമുക്കും ഇതൊക്കെ കാണുമ്പോൾ വീട്ടിലുള്ള ആളുകളോട് ഒരു കാര്യം പറയാനുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാസിയായിട്ട് ജീവിക്കുന്ന ഒരാൾ ഇവിടെ സുഖം അനുഭവിച്ചിട്ടൊന്നുമല്ല. അവൻ കാലത്ത് ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അത് കഴിഞ്ഞാൽ വീണ്ടും പിറ്റേ ദിവസം ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പ്രവാസികൾ. അപ്പോൾ വീട്ടിൽ നാട്ടിലുള്ളവരൊക്കെ വിചാരം, പണ്ട് പത്തേമാരി എന്ന് പറഞ്ഞൊരു സിനിമയിൽ നമ്മൾ ശരിക്കുള്ള പ്രവാസിയുടെ ജീവിതം കണ്ടു. പക്ഷെ എന്നാലും അതല്ല റിയൽ, അത് സിനിമയാണ്. അല്ലാത്തൊരു ജീവിതമുണ്ട് പ്രവാസികൾക്ക്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രവാസികൾ 2-3 തരത്തിലുണ്ട്. സമ്പന്നന്മാരായിട്ടുള്ള പ്രവാസികളുണ്ട്, അതിൻ്റെ താഴെയുള്ളവരുണ്ട്, പിന്നെ ഒന്നുമില്ലാതെ. ഞാൻ ഒരുപാട് ആൾക്കാരെ ഇപ്പോൾ ഇവിടെ കണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വർഷങ്ങൾ അവരുടെ ജീവിതം മുഴുവനും ഈ മരുഭൂമിയിൽ കഴിഞ്ഞ് ഇനി അവർക്ക് തിരിച്ചു പോയാൽ എന്താവുമെന്ന് അവർക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ അവസ്ഥയിലുള്ള ഒരുപാട് മലയാളികൾ ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ മറ്റുള്ള കൺട്രിയിലുള്ള ആൾക്കാർ, അവരുടെയൊക്കെ അടുത്ത് ചെന്ന് കണ്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ നാട്ടിലുള്ള വീട്ടിലുള്ളവരോടും കൂടി ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിതം. അപ്പോൾ അവർക്ക് പൈസ ഇല്ലെങ്കിലും അവരോട് സംസാരിക്കുന്ന രീതികളും
അവരെ സ്നേഹിക്കാനും എല്ലാവരും പഠിക്കണം, നാട്ടിലുള്ളവർ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കണ്ട ആളിനെ പോലെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വകയില്ലാതെ ഇരിക്കുന്നൊരവസ്ഥ, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സങ്കടമാണ്. അപ്പോൾ ഇങ്ങനത്തെ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.